ആദ്യം നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ്. തിരുവനന്തപുരം നഗരത്തിലല്ല, വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് നമ്മുടെ നെടുമങ്ങാട് പ്രദേശത്ത് കൂടി നെടുമങ്ങാട് വിതുര പൊന്മുടി നേരെ പാലാരിവട്ടം പാലം, അവിടുത്തെ പഴയ റബ്ബർ തോട്ടങ്ങളൊക്കെ വഴി കടന്നു വരുന്ന വലിയൊരു ഇടനാഴി. പാലാരിവട്ടത്തുനിന്ന് നേരെ എടപ്പള്ളി വന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് അരൂക്കുറ്റിപ്പാലം, അവിടുന്ന് ഷോർട്ട് കട്ടായിട്ട് നേരെ പാല. ആ പാലായിലെ റബ്ബർ മരത്തിനിടയിലൂടെ അവിടെയൊക്കെ സാറ്റലൈറ്റ് ടൗണുകള്, ഒരു നോളജ് സിറ്റി, ഇതൊക്കെയുള്ള സമയം ഇതെല്ലാം കൂടി ചുരുങ്ങിയത് 1,00,000-1,4 ലക്ഷം കോടി രൂപ ചെലവ്. 1,4 ലക്ഷം കോടി? അയ്യേ, വെറും ചീള്. നമ്മുടെ ബഡ്ജറ്റിൽ എല്ലാ വർഷവും എന്ത് വന്നാലും നമ്മൾ ഒരു 7,000-8,000 കോടി രൂപ മൂലധനത്തിൽ വെക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ 2-2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ സംസ്ഥാനത്ത് ഇനിയുള്ളൊരു 5 വർഷം കൊണ്ട് വരുത്താനുള്ള പരിപാടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് വെക്കുന്നത്. വെറും 2.5 ലക്ഷം കോടി നമ്മുടെ സർക്കാരിന് അതൊരു വലിയ കാര്യമേ അല്ല. UDFന് ചിന്തിക്കാൻ പറ്റും. UDFന് പറ്റുമോ? നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം വരുത്തും, ഒരു സംശയമില്ല, വരുത്തും. അവരുടെ പെൻഷൻ, അവരുടെ ഭക്ഷണം, അവരുടെ വീട്. ഇത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്. ഇനി പറയാൻ പോകുന്ന എനിക്കോ DNA ന്യൂസിനോ യാതൊരു ബന്ധവുമില്ല. സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഒരു കുറിപ്പാണ്. ആരോ എഴുതിയ കുറിപ്പാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അറിഞ്ഞ കാര്യമല്ല. എന്നാലും ഒരു രസത്തിന് വേണ്ടി ഞാൻ അതൊന്ന് വായിക്കാം. ശരി. പത്തനംതിട്ടയ്ക്ക് ഒരു തുറമുഖം. സഖാവ് തോമസ് ഐസക്കിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ. പത്തനംതിട്ടയ്ക്ക് ഒരു തുറമുഖം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അത് എങ്ങനെ സാധ്യമാകുമെന്ന്. സാധ്യമാകും. എടോ, നമുക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നേ. ആദ്യം അതിനു വേണ്ടിയുള്ള പണം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത്രയും പണം നമ്മൾ എവിടെ നിന്നും കണ്ടെത്തും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. എടോ, നമുക്ക് പണം അങ്ങനെ ആരോടും ഇരന്ന് ചോദിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമില്ലെന്നേ. അതിന് നമ്മൾ ആദ്യം റിസർവ് ബാങ്കിൻ്റെ ഒരു ശാഖ പത്തനംതിട്ടയിൽ തുടങ്ങണം എന്നും പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കുക. അങ്ങനെ തുടങ്ങുന്ന കേരള റിസർവ് ബാങ്കിന് നമ്മൾക്കാവശ്യമുള്ള പണം പ്രിൻ്റ് ചെയ്ത് എടുക്കാനാകും. എന്നിട്ട് ആ പണം കിഫ്ബിയിൽ അങ്ങ് നിക്ഷേപിക്കണം. അവരത് വായ്പയായി നമുക്ക് തരും. എന്നിട്ട് നമ്മൾ നേരെ ആലപ്പുഴ കടലിൽ നിന്ന് വരുന്ന വെള്ളം പത്തനംതിട്ടയിൽ എത്തിക്കും. എങ്ങനെയെന്നല്ലേ? നിസ്സാര കാര്യം. സാധിക്കും. ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ഒരു ചാല് നമ്മൾ കീറും. കഴിഞ്ഞ പ്രളയത്തിൽ നമ്മൾ വിജയകരമായി നടപ്പാക്കിയതാണ്. എന്നിട്ട് ആ ചാനലിലൂടെ ഒഴുക്കിക്കൊണ്ടുവരുന്ന വെള്ളം കൊണ്ട് നമ്മൾക്ക് ഒരു കടലങ്ങ് സൃഷ്ടിക്കാനാകും. ഇനിയാണ് വിഴിഞ്ഞം പോലെയുള്ള ഒരു തുറമുഖത്തിൻ്റെ പ്രസക്തി. അതിന് കപ്പലുകൾ വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമില്ലാതെ ഉയർന്നു നിൽക്കുന്ന ഈ കുന്നുകളും മലകളും വൃക്ഷങ്ങളും എല്ലാം നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി ഉണ്ടാകും. അങ്ങനെ സുഗമമായി കപ്പലുകൾ നമ്മുടെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേരും. അതോടെ പത്തനംതിട്ടയുടെ മുഖച്ഛായ തന്നെ മാറും. പിന്നീട് നിങ്ങൾക്ക് വലിയ വില കൊടുത്ത് ഫ്ലൈറ്റിൽ കയറി ഗൾഫ് നാടുകളിലേക്ക് ജോലിക്കായി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം കപ്പലിൽ യാത്ര ചെയ്യാം. വെറും 200 രൂപ. 200 രൂപ മാത്രമേ ഒരാൾക്ക് ടിക്കറ്റിന് ചിലവ് വരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് വൈകിട്ട് കുടുംബവുമായി ദുബായ് വരെ പോയി കുറച്ച് നല്ല ഫുഡ് വല്ലതും കഴിച്ചിട്ട് വന്നാലോ എന്ന്. നേരെ കപ്പലിൽ കയറുക, 200 രൂപ കൊടുക്കുക. ഇനിയാണ് അടുത്ത ഘട്ടം. പത്തനംതിട്ട കടലിലെ തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒരു പവർ ഹൗസ്. എല്ലാവർക്കും വൈദ്യുതി ഫ്രീ ആയി ഉപയോഗിക്കാം. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് മിച്ചം വരുന്ന വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് വരുമാനവും ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് പുതിയ ഐഡിയ? കൊള്ളാം അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം. Wow.